ഹായ്, ഇന്നത്തെ എൻ്റെ യാത്ര വയനാട്ടിലെ 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്കാണ് കേട്ടോ. വയനാട് ജില്ലയിലെ ഏകദേശം 1000-ഓളം ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ടീ എസ്റ്റേറ്റാണ് റിപ്പൺ പോതാർ ടീ പ്ലാന്റേഷൻ എസ്റ്റേറ്റ് കേട്ടോ. അതിന് ചുണ്ടേൽ ഭാഗത്ത് ഈ എസ്റ്റേറ്റിനകത്താണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പാർന്ന തേയിലത്തോട്ടങ്ങളും മഞ്ഞ് പുതച്ച മലനിരകളും ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഈ ബംഗ്ലാവുമാണ് ഇന്നെൻ്റെ വീഡിയോയിലുള്ളത് കേട്ടോ. വയനാട്ടിലെ തേയില കൃഷിയുടെ വളർച്ചയ്ക്ക് വലിയ പങ്കുവച്ച എസ്റ്റേറ്റുകളിലൊന്നാണ് നമ്മൾ ഈ റിപ്പൺ ടീ എസ്റ്റേറ്റ് കേട്ടോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ മലനിരകളിലെ തണുത്ത കാലാവസ്ഥയും സമൃദ്ധമായ മണ്ണും തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇവിടെ വലിയ തോതിൽ പ്ലാന്റേഷനുകൾ വികസിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഈ പ്ലാന്റേഷന് പല ഉടമസ്ഥാവകാശങ്ങൾ വന്നെങ്കിലും ഇന്ന് ഇത് പോതാർ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ വേണം നമുക്ക് ഈ ബംഗ്ലാവിൽ എത്തിച്ചേരാൻ. ഈ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് ബ്രിട്ടീഷ് ശൈലിയിൽ പണി കഴിപ്പിച്ച ഈ പഴയ ഇംഗ്ലീഷ് സ്കോട്ടിഷ് ബംഗ്ലാവ് കേട്ടോ. പരമ്പരാഗത കൊളോണിയൽ വാസ്തുവിദ്യയുടെ ഒരു അടിപൊളി ഉദാഹരണമാണ് ഈ ബംഗ്ലാവ്. കൂടുതലായിട്ടും കല്ലും നല്ല കാതലുള്ള തേക്ക് ഒക്കെ പോലെയുള്ള മരങ്ങളും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വലിയ ജനലുകളും അതുപോലെ വലിയ വാതിലുകളും, പിന്നെ നമ്മൾ അമൽനീരത് സിനിമയിലൊക്കെയുള്ള ലൊക്കേഷൻ പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 100 വർഷമുള്ള ഈ ബംഗ്ലാവ് ഇപ്പോഴും അതിൻ്റെ ചരിത്ര ഭംഗി നിലനിർത്തുന്നുണ്ട് കേട്ടോ. ഒരു കാലത്ത് ബ്രിട്ടീഷ് പ്ലാന്റർമാർ താമസിച്ചിരുന്ന ഈ ബംഗ്ലാവ് ഇപ്പോൾ നമുക്കും സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 3 കാറ്റഗറി ആയിട്ട് ഇവിടെ റൂംസ് തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന മഡ് കളർ അടിച്ചിട്ടുള്ള ഈ കോട്ടേജ് ടി വ്യൂ എന്ന് പറയുന്ന കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടേജുകളാണ്. ഏകദേശം 40 പേരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇനി ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ കപ്പിളായിട്ടോ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഓരോ കോട്ടേജുകൾക്കും അത്രയും പ്രൈവസി ഉണ്ട് കേട്ടോ. പ്രോപ്പർട്ടിക്കകത്ത് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് ഏരിയകളുണ്ട്. ടി വി എന്ന് പറയുന്ന ഈ കോട്ടേജ് ഇവിടെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു 4 കപ്പിളൊക്കെ വന്ന് സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. ഈ കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ കോട്ടേജ് നല്ല അടിപൊളി, ബാൽക്കണിയിൽ നിന്നൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പഴയ പാഡി സ്റ്റൈലിലുള്ള ഇവരെ പാഡി വ്യൂ എന്ന് പറയുന്ന ഒരു ഡബിൾ ബെഡ്റൂമിൻ്റെ ഒരു കോട്ടേജാണ് കേട്ടോ. ഇതും കപ്പിൾ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ബാച്ചിലേഴ്സ് ആയിട്ടോ ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഒരു 2 കുഞ്ഞു ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കോട്ടേജ് തന്നെയാണ്. പിന്നെ ഈ പ്രോപ്പർട്ടിയിലെ പൂള് ഒരു രക്ഷയില്ല കേട്ടോ. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നല്ല കിടിലം വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിൽ നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇൻഫിനിറ്റി പൂള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂളിൽ നിന്നൊക്കെ അടാറ് വ്യൂ ആണ്. പൂളൊക്കെ നല്ല ഹൈജീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കിഡ്സിനായിട്ടൊരു ചെറിയ ഏരിയ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പൂളിൽ നിന്നുകൊണ്ട് വയനാടിൻ്റെ മനുക്കുന്നുമല എന്ന് പറയുന്നൊരു ഹിൽ സ്റ്റേഷൻ്റെ വ്യൂ ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ടീ പ്ലാന്റേഷനും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല പൂളിൽ നിന്നുള്ള വ്യൂ. വയനാട്ടിൻ്റെ ചെമ്പ്ര പീക്കിൻ്റെയും അതുപോലെ മനുക്കുന്ന് മലയുടെയും ഒക്കെ നടുക്കായിട്ട് ഒരു ചെറിയ കുന്നിൻ്റെ മേലെയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഒരു അടിപൊളി ലൊക്കേഷനാണ്, ഒരു രക്ഷയില്ല. ഇനി നമ്മൾ കാണുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് ബംഗ്ലാവിനകത്തുള്ള ഒരു 4 റൂംസാണ് കേട്ടോ. ഏകദേശം 30ഓളം പേരെ ഇതിനകത്ത് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലിവിങ് ഏരിയ ഉണ്ട്. പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ഫർണിച്ചറുകളും അതുപോലെ ചെയറുകളും പിന്നെ റൂംസൊക്കെ കണ്ടോ, നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ പണ്ട് കാലം ഈ ബ്രിട്ടീഷുകാർ റൂംസിലായാലും അതുപോലെ അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമായാലും ബാത്റൂം ആയാലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അവർ സ്ഥലത്തിന് നല്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ആ പഴമ ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല, ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ബാത്റൂമൊക്കെ അത്യാവശ്യം ഹൈജീനിക്കാണ്. പഴയ ഒരു പ്രേത ബംഗ്ലാവിലൊക്കെ താമസിച്ച ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇവിടെ സ്റ്റേ ചെയ്താൽ കേട്ടോ. റൂംസിലും ലിവിങ് ഏരിയയിലൊക്കെ പഴയ ഫയർ പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. എല്ലാ റൂംസിലും ഇല്ല, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂമിൽ ഫയർ പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ലിവിങ് ഏരിയയിലും ഫയർ പ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഗ്രില്ലിംഗ് ഫെസിലിറ്റി, ക്യാമ്പ് ഫയർ, അതുപോലെ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇനി കാണുന്നത്
കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഹൈജീനിക് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ടീ വ്യൂ കോട്ടേജുകളാണ്. കോട്ടേജിൻ്റെ ബാൽക്കണിയാണ് നിങ്ങൾ കാണുന്നത്. ബാൽക്കണിയിൽ നിന്നൊക്കെയുള്ള വ്യൂ ഒരു രക്ഷയില്ല, അഡാറ് വ്യൂ ആണ്. ഒരു കപ്പിളിനായാലും അതൊരു കുഞ്ഞു ഫാമിലിക്കൊക്കെ ആയാലും സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഇൻറ്റീരിയറൊക്കെ പഴയ ടൈപ്പ് തന്നെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഫർണിഷ് ചെയ്തതാണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ബാത്റൂമൊക്കെ നല്ല ഹൈജീനായിട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള 4 കോട്ടേജാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടുത്തെ പഴയ പാടിയെ ഓർമ്മിപ്പിക്കുന്ന പാടി വ്യൂ എന്ന് പറയുന്ന ഒരു ഡബിൾ ബെഡ്റൂമിൻ്റെ ഒരു ചെറിയ വില്ലയുണ്ട്. അതാണിപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത്യാവശ്യം നല്ല പ്രൈവസി ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കപ്പിളിനായാലും ബാച്ചിലേഴ്സിനായാലും അതുപോലെ ഒരു 2 കുഞ്ഞു ഫാമിലിക്കായാലൊക്കെ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. റൂംസൊക്കെ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫർണിഷ് ചെയ്തിട്ടുള്ള ഫുള്ള് മരങ്ങളാണ്, പഴയ മരങ്ങൾ കൊണ്ട് തന്നെയാണ് ഫർണിഷ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈജീൻ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഇവർ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്പേസും അതുപോലെ 2 ഷെഫും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വേണമെങ്കിൽ അതിനായിട്ടൊരു ഷെഫുണ്ട്. ഇനി നമ്മുടെ സൗത്ത് ഇന്ത്യൻ കേരള സ്റ്റൈൽ എല്ലാം ചെയ്യുന്ന നല്ലൊരു ഷെഫും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിന് പുറത്തുള്ള സ്പേസ്, ക്യാമ്പ് ഫയർ ഇടുന്ന ഏരിയ തന്നെ നോക്കും നിങ്ങൾ. പിന്നെ അതുപോലെ ആ ഏരിയ മൊത്തം നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഏരിയയാണ്. ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയ മീറ്റിങ്ങുകളും അതുപോലെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഇവിടെ വെച്ച് നടത്താൻ പറ്റും. ഇതിനകത്തൂടെ തന്നെ നടന്നാൽ തന്നെ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. ഫുള്ള് പച്ചപ്പും നല്ലൊരു ഉദ്യാനത്തിലൂടെ നടക്കുന്ന ഒരു ഫീലും കിട്ടും. അതിലൂടെ നല്ല തണുത്ത കാലാവസ്ഥയും കോടമഞ്ഞും തണുത്ത കാറ്റും ഒക്കെ ആകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. ഈ വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇറിപ്പണ്ടി എസ്റ്റേറ്റ് ഒരു ഫോട്ടോഗ്രാഫി പ്ലേസ് മാത്രമല്ല കേട്ടോ. കേരളത്തിലെ തേയില ചരിത്രവും ബ്രിട്ടീഷ് പൈതൃകവും പ്രകൃതി സൗന്ദര്യമൊക്കെ ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ കൂടിയാണ്. ഇതുപോലെയുള്ള പഴയ ബംഗ്ലാവുകൾ വയനാടിൻ്റെ ഒരുപാട് ടീ എസ്റ്റേറ്റിനകത്തുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇതേപോലെയുള്ള ഹെറിറ്റേജ് റിസോർട്ടായിട്ടൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പഴയ രൂപഭംഗി അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്, ഷട്ടിൽ കോർട്ട് ഉണ്ട്, പിന്നെ ഒരു ചെറിയ ഊഞ്ഞാൽ, അതുപോലെ ഡാറ്റ് ബോർഡ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ഒരു ആർച്ചറി സെക്ഷൻ, അങ്ങനെ ഒരു പ്ലേ ഏരിയ സെറ്റപ്പ് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബംഗ്ലാവിൻ്റെ ലൊക്കേഷൻ നമ്മളെ വൈത്തിരി ചുണ്ടയിലെ ടീ എസ്റ്റേറ്റിനകത്താണ്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ചുണ്ടയിൽ ടീ എസ്റ്റേറ്റിൽ ഇവിടുത്തെ പ്ലാന്റർമാരുടെ താമസത്തിനായി ഒരുക്കിയ ഒരു ബംഗ്ലാവാണിത്. ഈ പ്രോപ്പർട്ടിയുടെ നിയർ ബൈ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. നമ്മളെ വൈത്തിരി അൾട്രാ പാർക്ക്, അതുപോലെ വൈത്തിരി പാർക്ക്, പിന്നെ എന്നൂർ ട്രൈബൽ വില്ലേജ്, പൂക്കോട്ട് ലേക്ക്, ഹണി മ്യൂസിയം, വൈത്തിരി ഫാം, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഏരിയയിലായിട്ട് നിയർ ബൈ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ ഇവിടുന്ന് മേപ്പാടി സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമ്മളെ 900 ഗ്ലാസ് ബ്രിഡ്ജ്, സിപ്പ് ലൈനുകൾ, അതുപോലെ ബോച്ചെ 1000 ഏക്കർ, അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ്, അട്ടമല വ്യൂ പോയിന്റ്, സൂചിപ്പാറ വാട്ടർഫാൾ, ഇതൊക്കെ ഈ ഒരു സറൗണ്ടിങ്ങിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഒരു മനോഹരമായ യാത്രയുമായി വീണ്ടും കാണാം. ബൈ.